മോർണിംഗ്, വെൽക്കം. ഐ എം ഷൈൻ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഖീർഗംഗ എന്ന് പറയുന്നൊരു ട്രക്കിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത്. ആ ഖീർഗംഗ ട്രക്കിംഗ് ഏകദേശം 12 കിലോമീറ്റർ, അത് 3000 മീറ്റർ ഹൈറ്റിലാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ കസോളിലുള്ളത് കൽഗ വില്ലേജിൽ 2250 മീറ്ററാണ്. ഏകദേശം 750 മീറ്റർ ഇന്ന് ട്രക്ക് ചെയ്യണം. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഡോർമെറ്ററി. മുരളിയേട്ടൻ. ഗുഡ് മോർണിംഗ്. ഹായ് സുധീഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ഇവർ പറയുന്നത് വുഡിലാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറയണത്, തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ രാത്രി ഞങ്ങൾ കിടുകിടാന്ന് പറയുകയുണ്ടായി. ഇപ്പം ഇത്രയും -1 അല്ലേ ടെമ്പറേച്ചർ? ഇപ്പോൾ -1, -3 ടെമ്പറേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പോയ തോഷ് വില്ലേജ് അവിടെ മുകളിൽ കാണാം. തോഷിലൊക്കെ ഇന്നലെ രാത്രി ടെമ്പറേച്ചർ -7 വരെ എത്തിയിരുന്നു. താഴെ ഒരു ഡാം സെറ്റ്, അതിൻ്റെ ജസ്റ്റ് മുകളിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കൽഗ വില്ലേജ്. കൽഗ വില്ലേജിൻ്റെ എൻഡിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഈ കൽഗ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ ഇന്നലെ തോഷ് വില്ലേജിലേക്ക് പോയത്. 5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയത്. ഇതെന്താ പറയണത്? ഇതിന് എന്തുവേണം പറയാം, ഇൻസിനേറ്റർ എന്ന് വേണം പറയാം. വേസ്റ്റ് കത്തിക്കുന്നില്ല, ഇൻസിനേറ്റർ എന്ന് പറയുന്നത് തൽക്കാലം. ഇപ്പൊ ഇത് വേസ്റ്റ് കത്തിക്കുന്നത്, ഇത് റൂം ഹീറ്ററാണ്. ഈ നല്ല തണുപ്പുണ്ട്. ഒരു 10:30 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആവും. Hope you are doing great. You had breakfast, right? Good. And drink water. If you have any, don't run to any other position. There are people, ഇപ്പം ഇദ്ദേഹമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യരുത്. ഹീ ഈസ് ഫിറ്റ് ഇനഫ് ടു ഡു ദാറ്റ്. ഓടി അപ്പുറത്ത് എന്നിട്ട് ഒരു നല്ല ഇത് കണ്ടിട്ട് തിരിച്ച് ഓടി വരിക, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. ഇഫ് യു ആർ ഫിറ്റ് യു ക്യാൻ ഡു ദാറ്റ്. അത് ഞാൻ പറയാം, നിങ്ങളൊരു 1 കിലോമീറ്റർ നടക്കേണ്ട എനർജി വിത്തിൻ 100 മീറ്റർ യു വിൽ സ്പോയിൽ. അത് ക്ലിയർ? ഡോണ്ട് റൺ, ഡോണ്ട് ജംപ്, വാക്ക് സ്ലോ. Take photograph, slightly move away from the crowd, very slightly, maybe 2 meters. നടക്കാൻ പറഞ്ഞു. ആൻഡ് ഒരു കാര്യമുള്ളത്, ആവശ്യമില്ലാതെ നമ്മൾ നിൽക്കരുത്. നമുക്ക് ചിലപ്പോൾ ക്ഷീണം തോന്നിയേക്കാം, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്. ബിക്കോസ് ഇറ്റ് വിൽ നമ്മുടെ ബോഡീനെ കൂളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ടീമെല്ലാം റെഡിയായി. ഖീർഗംഗ 12 കിലോമീറ്റർ. ഓക്കെ, ബൈ. ഞങ്ങൾ കൽഗ വില്ലേജിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 വില്ലേജ് ഉണ്ട്: കൽഗ, പുൽഗ, തുൽഗ. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയ തോഷ് വില്ലേജ്. ഇതെല്ലാം ആപ്പിൾ ട്രീസാണ്, ഒറ്റ ആപ്പിളില്ല. ഒരു സെപ്റ്റംബർ ആകുമ്പോൾ ഈ വഴി കൂടി നടന്നു പോകണം. നിറച്ച ആപ്പിളായിരിക്കും. ആപ്പിൾ തിന്ന് പറിച്ച് ഇങ്ങനെ പോവാം. അതിൻ്റെ രസമൊന്ന് വേറെ തന്നെ ഇരിക്കും. എന്താണ് സുധീഷ് മാഷേ രാവിലെ നടപ്പൊടിങ്ങിപ്പോൾ ഒരു കിതപ്പ് പോലെ? ഇല്ല. കൽഗ വില്ലേജിൻ്റെ മുകളിൽ സ്നോ ക്യാപ്പ് മൗണ്ടൻ അങ്ങനെ നിൽക്കുകയാണ്. വഴിയിൽ മുഴുവൻ ബ്ലാക്ക് ഐസ് കിടക്കുന്നവരെല്ലാവരും വളരെ കെയർഫുള്ളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതിൽ കാല് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പാവും. What's his name? Shock. Shock? Is okay? Yeah, it's very Shock? So what's the brand this one? Breed? Chow chow. Chow chow. It's a mountain dog. Sorry? Mountain dog. No, it's not a mountain dog. Actually, it's I have bought this dog from China. Oh. By 2 years back. ടീം എല്ലാവരും വാക്കിംഗ് സ്റ്റിക്ക് ഹയർ ചെയ്യണം.
കുറേ ആൾക്കാർ എടുത്ത് അതെ കൊണ്ടെടുക്കാൻ പറ്റാ വരുമ്പോൾ പൊക്കോ പൊക്കോ പൊക്കോ. മൂവ്. യെസ് 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 ജലയിച്ച്. ഓച്ച് അത് ഫ്രെയിമിൽ കിട്ടി. ഞങ്ങളങ്ങനെ ഒരു വാട്ടർഫോളിനടുത്തെത്തി. അതിൽ പകുതി സ്നോയിൽ കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ സ്നോ വരേണ്ടതായിരുന്നു. ഈ സ്നോ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ട്രക്കിങ്ങിന് വന്നത്, പക്ഷേ സ്നോ ഇല്ല. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയാണ് ഇവിടെ എല്ലാം സ്നോ ഒന്ന് കംപ്ലീറ്റ് ഫില്ലാവും. ഒരു വടിയിൽ കുത്തിയാണ് നമ്മൾ ട്രെയിൽ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ വടിയിൽ കുത്തേണ്ട കാര്യമൊന്നുമില്ല, നേരെ കിടക്കുകയാണ്. എല്ലാവരും ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നോക്കുന്നു. യെസ്, എല്ലാവരും പതുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഈ വുഡ്സിനുള്ളിലൂടെ നടക്കുന്നത് ഭയങ്കര രസമാണ്. നല്ല ബ്രീത്ത്, ഒട്ടും പൊല്യൂഷനില്ല. ഞങ്ങളുടെ ടീം എല്ലാവരും കഷ്ടപ്പെട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് അഞ്ജന. ഹായ് അഞ്ജന. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ ട്രെയിൽ. കാരണം വുഡ്സിൻ്റെ അകത്തൂടെ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചൂടില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. കെട്ടിടിഞ്ഞു പോയതേ, കരിങ്ങൾ കെട്ടിടിഞ്ഞു പോയായിരുന്നു. എന്ത് വലിയ മരമാണ് നോക്കിയതൊരു. 5 ആൾ വട്ടം പിടിച്ച് കഴിഞ്ഞാൽ എത്തണം മരം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അമേക്കോൻ. ഇവിടെ വെള്ളത്തിലിറങ്ങി മരിച്ചു പോയതാണ് 1999. ऐसा कुछ नाम नहीं है, बस कीरगंगा वाटरफॉल. कीरगंगा वाटरफॉल. നിങ്ങളങ്ങനെ നടന്ന് ഖീർഗംഗ വാട്ടർഫോൾ എത്തി. 5 കിലോമീറ്റർ നടന്നു. ഇനി എൻ്റെ 7 കിലോമീറ്റർ. നല്ല തണുപ്പുണ്ട്. ഐസൊക്കെ അവിടെ മുകളിൽ ക്രിസ്റ്റലായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ 7 കിലോമീറ്റർ നടക്കാനായിട്ട്. ഖീർഗംഗയിൽ പോണ വഴിക്കുള്ള ഒരു അമ്മച്ചി പ്ലാവ്. സുഖമായിട്ട് അകത്ത് കയറി നിൽക്കാം. യെസ്, ഹായ്. ഫൈനലി ഞങ്ങൾ ഖീർഗംഗ ക്യാമ്പ് സൈറ്റിലെത്തി. എല്ലാവരും ഇരുന്ന് ടീ കായാണ്. ഈ മൗണ്ടൻസ് ആർ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നാണ് ക്ലൗഡ്സ് എല്ലാം വരാൻ തുടങ്ങിയത്. ഈവനിങ് അപ്പോഴേക്കും നല്ല ഇരുട്ടായി. അപ്പോൾ ലാസ്റ്റ് ഒരു 1-2 കിലോമീറ്റർ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിപ്പോയി. കാരണം ലൈറ്റും ഇല്ല, എല്ലാവരും ഹെഡ്ലൈറ്റ് എടുത്ത് വെച്ചു. വഴിയിൽ ബ്ലാക്ക് ഐസും ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ ഒരു കുറച്ച് ദൂരം പിന്നിടാനായിട്ട് ഞങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടി. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ഈ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ക്യാമ്പിലെത്തിയപ്പോഴേക്കും അവർ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. വന്ന വഴി എല്ലാവരും തീക്ക് ചുറ്റും ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യുകയാണ്. കാരണം ആരും ടെൻറ്റിലേക്ക് പോലും പോയിട്ടില്ല. ബാഗെല്ലാം ഇവിടെ തന്നെ വെച്ച് എല്ലാവരും തീരെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെമ്പറേച്ചർ എന്തായാലും -2-3 എങ്കിലും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിയാണ്. അപ്പോൾ ഖീർഗംഗയുടെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.